إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ചരിത്രത്തിൽ ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു പോയിട്ടുണ്ട്. അഥവാ ഹിജ്റ വർഷം 11 ഒരു തിങ്കളാഴ്ച ദിവസം ളുഹയോട് അടുത്ത ളുഹ നേരത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം മദീന അത് മുഴുവനും ഇരുട്ടിലായി പോയ ഒരു ദിവസമായിരുന്നു അത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുഴുവനും പൊട്ടിത്തെറിച്ച തേങ്ങിക്കരഞ്ഞ ദിവസമായിരുന്നു അത്. സഹോദരങ്ങളെ, എന്താണ് അതിനുള്ള കാരണം? ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിനമായിരുന്നു അന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12 എന്ന് ചരിത്രകാരന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും നാട് മുഴുവനും റബീഉൽ അവ്വൽ 12 ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും റാലികൾക്കുള്ള മുന്നൊരുക്കവും ആശംസകളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ കൊടിതോരണങ്ങളില്ല, മൗലിദിൻ്റെ ഈരടികളില്ല, ആശംസ അർപ്പിക്കലില്ല, അവിടെ ഘോഷയാത്രകളില്ല. അതുപോലെ തന്നെ ചെറിയ മക്കളുടെ ദഫുമുട്ടോ ആട്ടമോ പാട്ടോ താളമേളങ്ങളോ ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ സഹോദരങ്ങളെ? ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ അഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം
ഇതുപോലൊരു റബീഉൽ അവ്വൽ 12 അന്ന് മദീന സിയാറത്ത് ചെയ്യാൻ വന്ന ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹവുമായി സംസാരിച്ച ആ സംഭാഷണം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ദർസിൽ ആ വന്ന വ്യക്തി ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, ലോകത്ത് മുഴുവനും നബിദിനാഘോഷത്തിൻ്റെ ആരവങ്ങളും അതുപോലെയുള്ള ആഘോഷത്തിൻ്റെ പല അടയാളങ്ങളും കാണുന്നു, എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ അതൊന്നും കാണുന്നില്ല? ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ആശ്ചര്യമായിരുന്നു. അദ്ദേഹം തിരിച്ചു പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് മദീനയിൽ നബിദിനാഘോഷത്തിൻ്റെ അടയാളങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അയാൾ പറഞ്ഞു, അതെ, പറഞ്ഞു തന്നാലും. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസം ആഘോഷിക്കാത്തത്. ഇയാൾ ഞെട്ടിത്തരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടോ? നബിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ മൗലിദാഘോഷം നടത്തപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ നേരെ തിരിച്ചാണല്ലോ പറയുന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഷെയ്ഖ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്ത് സൂറത്തു തൗബയിൽ ഇപ്രകാരം കാണാം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകൾ, അവർക്ക് ശേഷം അൻസാറുകൾ, മദീന നിവാസികൾ. ആ ആയത്തിൽ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തമ തലമുറകളിൽപ്പെട്ട ഒരാളും റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം നടത്തിയിട്ടില്ല എന്നത് ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്നാണോ? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അയാൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. എന്നിട്ട് ഷെയ്ഖ് അയാൾക്ക് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിൻപറ്റലും അവിടുന്ന് കൊണ്ടുവന്ന ആദർശം അത് കൃത്യമായി ജീവിതത്തിൽ പാലിക്കലും നെഞ്ചിലേറ്റലും തുടങ്ങിയ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ഒരു സംഭവം പങ്കുവച്ചത്, നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിനം ആഘോഷിക്കുന്ന അറിഞ്ഞും അറിയാതെയും പെട്ടുപോയ ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദിവസം റബീഉൽ അവ്വൽ 12 അഥവാ ഈ ആഘോഷമായി പരിഗണിച്ച ഇന്ന് ആഘോഷിക്കുന്ന ആളുകൾ ഏതൊരു ദിവസമാണോ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത്, ആ ദിവസത്തിൽ മദീനയിൽ സംഭവിച്ച ചില ചരിത്ര സംഭവങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് വായിക്കാം. ആ ചരിത്ര സംഭവങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ബോധ്യപ്പെടും സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സഹാബത്താരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടാതിരുന്നത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പ്രഭാഷണം നടത്തി. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ ഒരാൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയുണ്ടായി. ഒന്നല്ലെങ്കിൽ ദുനിയാവ് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാം. ഇത് കേട്ടപ്പോൾ ഫബക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഈ സംഭവം വിവരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി, മാ യുബ്കി ഹാദ ശൈഖ്, ഈ പ്രായമുള്ള അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്തിനാണ് കരയുന്നത്? ഇൻ യകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്.
ഒരടിമക്ക് അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ദുനിയാവോ അതല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതോ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. അതിന് ഇദ്ദേഹം എന്തിനാണ് കരയുന്നത്? എന്നാൽ സഹോദരങ്ങളെ നോക്കൂ, അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി, ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അബ്ദ്. അവിടുന്ന് പറഞ്ഞ ആ അടിമ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വകാന അബൂബക്രിൻ അഅലമനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സൂചന കിട്ടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തേക്ക് സഫർ മാസം അവസാനത്തിൽ രോഗം ബാധിക്കുകയുണ്ടായി. അവിടുത്തേക്ക് പ്രയാസം ആരംഭിക്കുകയുണ്ടായി. അവിടുത്തേക്ക് ആ രോഗം പിന്നീട് മൂർച്ഛിക്കുകയുണ്ടായി. എത്രത്തോളം എന്നാൽ അവിടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് ജമാഅത്തിന് വരാൻ പോലും പ്രയാസമുണ്ടായി. പ്രത്യേകിച്ച് ഖൈബറിൽ അവിടുത്തേക്ക് നൽകപ്പെട്ട മാംസം, യഹൂദ സ്ത്രീ നൽകിയ മാംസം, അത് കഴിച്ചതിൻ്റെ പ്രയാസം അവിടുത്തേക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ വിഷയം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയാണ്. അവസാന ദിവസങ്ങളിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചത്. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന ആ ദിവസം അവിടുന്ന് സഹാബത്തിനെ അവിടുത്തെ മുറിയിൽ നിന്നും ആ വിരി മാറ്റി നോക്കുകയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ആ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 അവരതാ നിസ്കാരത്തിന് വേണ്ടി സഫ് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കുകയാണ്. അവിടുത്തെ മുഖം മുസ്ഹഫിൻ്റെ പേജുകൾ പോലെയാണ് എന്ന് സഹാബത്ത് പറയുകയാണ്. അതുപോലെ അവിടുന്ന് സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയുണ്ടായി. സഹാബത്ത് പറയുകയാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നോട്ടം കാരണത്താൽ നമ്മുടെ സന്തോഷം വർദ്ധിക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന നിലക്ക് പിന്നോട്ടടിക്കുകയുണ്ടായി. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നില്ല. ഫഅശാറ ഇലൈന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അതിമ്മു സ്വലാതകും. സഹാബത്തിന് സൂചന നൽകി, നിങ്ങൾ നിസ്കാരം പൂർത്തീകരിക്കുക. വാർഖ സിത്ര. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുറിയുടെ വിരി അത് അടക്കുകയുണ്ടായി. ഫതൂഫിയ മിൻ യൗമിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ വഫാത്താവുകയുണ്ടായി. സഹോദരങ്ങളെ, വഫാത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ അരങ്ങേറിയ ചില സംഭവങ്ങൾ മാത്രമാണ് ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിച്ചത്. സഹാബത്തിന് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടടുത്തിരിക്കുകയാണ്, അവിടുന്ന് വിടവാങ്ങാനിരിക്കുകയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും അവർ പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിച്ചു മടങ്ങും, അവിടുന്ന് പഴയതുപോലെ ജമാഅത്തിന് വരും, ഇമാമത്ത് നിൽക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി. സഹോദരങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവർ പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു വഫാത്തോടടുത്ത സന്ദർഭങ്ങളിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, തീർച്ചയായും മരണത്തിന് കഠിനമായ വേദനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഉയർത്തിക്കൊണ്ട് ഫിർ റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അവിടുന്ന് ചില വാചകങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഹത്താ ഖുബിള വമാലത് യദുഹു. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി. അവിടുത്തെ കൈ അങ്ങനെ താഴേക്ക് വീഴുകയുണ്ടായി, ചെരിഞ്ഞ് താഴേക്ക് വീണു, അഥവാ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ അവസാന നിമിഷങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് പ്രിയമുള്ളവരെ 40-ലധികം വർഷം പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ജീവിച്ചിട്ടും ഒരു റബീഉൽ അവ്വൽ 12 പോലും അവർ മൗലിദാഘോഷം കൊണ്ടാടാതിരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച, കൂടെ തന്നെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം മരണവിവരം അറിഞ്ഞ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ പുതച്ചിരുന്ന ആ വിരി അത് മുഖത്ത് നിന്ന് മാറ്റിക്കൊണ്ട് 2 കണ്ണുകൾക്കിടയിൽ ചുംബിക്കുന്നു. എന്നിട്ടതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബി അബി അൻത യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് പകരമാവട്ടെ. അറബികൾ പറയാറുള്ള ഒരു വാചകമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്ക് 2 മരണം അല്ലാഹു ഒരുമിപ്പിച്ചിട്ടില്ല. അമ്മൽ മൗതതുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് വിധിച്ച മരണം അതിതാ വന്നെത്തിയിരിക്കുന്നു, അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു. അഥവാ സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടത് അറിയാനല്ല, മറിച്ച് ഈ വിവരം അറിഞ്ഞ ഉടനെ മദീനയിൽ സംഭവിച്ചത് എന്താണെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന് കണ്ടു. എന്നിട്ടതാ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വ്യക്തിയോട് പറയുകയാണ്, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതുപോലെ അവിടുന്ന് പോയതാണ്, അവിടുന്ന് തിരിച്ചു വരും. മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകൾ മാത്രമാണിത്. ആരാണോ ഇത് പറയുന്നത് അവൻ്റെ കൈകാലുകൾ ഞാൻ ഛേദിക്കും എന്ന് പറഞ്ഞ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. അതുപോലെ സഹാബത്ത് മുഴുവനും എന്തെന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആരും ഒന്നും മിണ്ടുന്നില്ല. മദീന മുഴുവനും ഇരുട്ടിലാണ്ടുപോയി. എല്ലാവരിലും മൂകതയാണ്. എല്ലാവരും കരയുന്നു, പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അതാ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിലേക്ക് തിരിയുന്നു. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇജ്ലിസ്, ഉമറെ ഇരിക്ക്. അദ്ദേഹം സമ്മതിച്ചില്ല, അനുസരിച്ചില്ല. വീണ്ടും പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കൂ ഉമറെ. അങ്ങനെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മിമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് ഹംദും സ്വലാത്തും പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം തന്നെ നടത്തി. അമ്മാ ബഅദു ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചത് എങ്കിൽ ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഇതാ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഒരിക്കലും മരിക്കുകയില്ല, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു അല്ലാഹുവിൻ്റെ കിതാബിൽ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത
ഔ ഖുതില ഖലബ്തും അലാ അഖാബികും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഒരു റസൂൽ മാത്രമാണ്. എന്നിരിക്കെ അവിടുന്ന് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വന്നതുപോലെ പഴയതുപോലെ കുഫറിലേക്ക് വന്ന വഴിയിലേക്ക് തിരിച്ചു മടങ്ങുകയോ എന്ന സൂറത്തു ആലി ഇമ്രാനിലെ ആയത്ത് പാരായണം ചെയ്തപ്പോൾ ഇത് കേട്ട സഹാബത്ത് പറയുകയാണ്, വല്ലാഹി ലക അന്ന الناس ലം യകൂനു യഅലമൂന അന്ന അല്ലാഹ അൻസലഹാ ഹത്താ തലാഹാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് പാരായണം ചെയ്ത ആ സന്ദർഭത്തിൽ ജനങ്ങൾ വിചാരിച്ചു പോയി, ഈ ആയത്ത് ഇപ്പോഴാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ഇതിനു മുന്നേ അള്ളാഹു ഇങ്ങനെ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടില്ല എന്ന നിലക്കാണ് ആ ആയത്ത് ജനങ്ങൾ കേട്ടത്. ഫതലഖാഹാ മിൻഹുന്നാസ്, ജനങ്ങൾ അത് സ്വീകരിച്ചു. ഫമാ യുസ്മഉ ബശറുൻ ഇല്ലാ യത്ലൂഹാ. അതിനുശേഷം അതാ സഹാബത്ത് എല്ലാവരും പിന്നെ ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ സമിഅതു അബാ ബക്രിൻ തലാഹാ ഫഅഖിർതു ഹത്താ തുഖില്ലുനി റിജ്ലായ വഹത്താ അഹ്വൈതു ഇലൽ അർദി ഹീന സമിഅതുഹു തലാഹാ അലിംതു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പാരായണം ചെയ്തപ്പോൾ ഞാനത് കേട്ടു. ആ കേട്ട സന്ദർഭത്തിൽ എൻ്റെ ശരീരം, എൻ്റെ കാൽമുട്ടുകൾ താങ്ങാത്ത രൂപത്തിൽ ഞാൻ ഭൂമിയിലേക്ക് ഇരുന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നത് അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഈ ആയത്തുകൾ അവർക്ക് മനഃപ്പാഠമുണ്ടായിരുന്നു സഹോദരങ്ങളെ. പക്ഷേ ഈ ആയത്ത് ആ സന്ദർഭത്തിൽ കേട്ടപ്പോഴാണ് സഹാബത്തിൻ്റെ ഉള്ളിലേക്ക് അതിറങ്ങിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും എന്നത് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതുകൊണ്ടാണ് മദീനയിൽ ജന്മദിനാഘോഷമില്ലാത്തത്. ഇതുകൊണ്ടാണ് അബൂബക്കറും ഉമറും ആയിഷ റളിയല്ലാഹു അൻഹയും തുടങ്ങി സഹാബത്ത് റളിയല്ലാഹു അൻഹും മൗലിദാഘോഷം കൊണ്ടാടാതിരുന്നത്. ജനനത്തിനാണ് പ്രത്യേകത, വഫാത്തിന് പ്രത്യേകതയില്ല എന്ന് പറയുന്ന വിവരദോഷികളോട് പറയട്ടെ, ഇങ്ങനെ വഫാത്തായി കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, ആ ശറഫാക്കപ്പെട്ട ശരീരം നോക്കി ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ നബിയുടെ ജനനത്തിനാണ് പ്രാധാന്യം, വഫാത്തിന് പ്രാധാന്യമില്ല എന്ന്? സഹോദരങ്ങളെ, ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. നോക്കൂ നിങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പൊന്നോമന പുത്രി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടടുത്ത സമയത്ത് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അവർ പറയുകയാണ്, വാ കർബ അബാ, എൻ്റെ പിതാവിന് എന്തൊരു പ്രയാസമാണ്, എൻ്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്തൊരു കഷ്ടപ്പാടാണ്. കാരണം അവിടുന്ന് സക്കറാത്തിലാണ്. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. അവിടുന്ന് അതാ മകളെ ആശ്വസിപ്പിക്കുന്നു, മോളെ, ഇന്നേ ദിവസം കഴിഞ്ഞാൽ നിന്റെ വാപ്പാക്ക്, നിന്റെ പിതാവിന് ഇനി ഒരു പ്രയാസവുമില്ല. എന്നിട്ടതാ സഹോദരങ്ങളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫലമ്മാ ദുഫിൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി തിരിച്ചു വന്നപ്പോൾ ഖാലത് ഫാത്തിമ, മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ അനസ്, അല്ലയോ അനസേ, അതാബത് അൻഫുസുകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിടാൻ അനസേ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? നിങ്ങളുടെ മനസ്സ് അതിന് സമ്മതിച്ചോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ആ ദിവസം മദീന മുഴുവനും പ്രകാശപൂരിതമായിരുന്നു. എങ്ങും വെളിച്ചമാണ്, എങ്ങും സന്തോഷമാണ്, എങ്ങും ആഹ്ലാദമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം മദീന മുഴുവനും ഇരുട്ടിലായി പോയ ദിവസമായിരുന്നു. സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബിദിനാഘോഷം കൊണ്ടാടാതിരുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള വാക്കുകൾ, സംഭവങ്ങൾ നമുക്ക് കാണാം.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം എന്നത് സഹാബത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പ്രിയമുള്ളവരെ, അവിടുന്ന് വഫാത്തായി എന്ന വിവരം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സഹാബത്ത് റളിയല്ലാഹു അൻഹും, മദീന മുഴുവനും ഇരുട്ടിലായി പോയ ദിവസം, എല്ലാവരും തേങ്ങിക്കരഞ്ഞ ദിവസം, ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിച്ച ദിവസം, ആ ദിവസം അടുത്ത വർഷമായപ്പോഴേക്കും മരണത്തിന് വഫാത്തിന് പ്രാധാന്യമില്ല, ജനനത്തിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സഹാബി പോലും മൗലിദാഘോഷം കൊണ്ടാടാതിരുന്നത് സഹോദരങ്ങളെ ഇതുകൊണ്ടാണ്. അവരുടെ മനസ്സുകൾക്ക് മുറിവേൽപ്പിച്ച ദിവസമായിരുന്നു അത്. അവരുടെ മനസ്സുകൾക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയ ദിവസമായിരുന്നു അത്. അവരുടെ മനസ്സുകളിൽ നിന്നത് മാറിയിരുന്നില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീന എനിക്കിവിടെ താമസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഷാമിലേക്ക് പോയ ചരിത്രം നമുക്ക് കാണാം. സഹോദരങ്ങളെ, മദീന മുഴുവനും സങ്കടപ്പെട്ട ദിവസമാണ്. നമ്മുടെ നാട്ടിൽ സന്തോഷവും ആശംസയും പാട്ടും താളവും മൗലിദിൻ്റെ ഈരടിയും ആരവങ്ങളും നമ്മൾ കാണുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് ഹിജ്റ 300 വരെ ഒരൊറ്റ മഹാന്മാരും റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാതിരുന്നത്? എന്നിതാ ചരിത്രം മുഴുവനും വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ അവസാനത്തെ നിമിഷങ്ങൾ എന്നത് സഹോദരങ്ങളെ വായിച്ച് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. എന്തിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ആഘോഷ ദിവസമാക്കാത്തത്. അവിടുത്തെ വഫാത്തിൻ്റെ ദിവസം ആഘോഷ ദിവസമാക്കുക എന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഈ പണ്ഡിത പുരോഹിതന്മാർ വല്ലാഹി അല്ലാഹുവാണ്, ഈ ജനങ്ങളെ മുഴുവനും വഞ്ചിച്ച ഈ പുരോഹിതന്മാർ നാളെ റബ്ബിൻ്റെ മുന്നിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ദിവസമുണ്ടാകും. അന്ന് നമ്മെക്കുറിച്ച് നബിയോട് സ്നേഹമില്ലാത്തവരാണ് എന്നും മദഹിനെതിരാണ് എന്ന് പറഞ്ഞ ആ വാക്കുകളും ഈ പറഞ്ഞ ആട്ടവും പാട്ടും തുള്ളലും വാശിയും വൈരാഗ്യവും അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ മാതാപിതാക്കളേക്കാൾ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് റബീഉൽ അവ്വൽ 12 നമ്മൾ ആഘോഷിക്കാത്തത്. റബീഉൽ അവ്വൽ 12 ആഘോഷ ദിവസമാക്കാത്തത് അതുകൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങളിൽ ഒരാൾക്ക് വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബി ഇൻദഹു, എന്നെക്കൊണ്ട് അഥവാ എൻ്റെ വഫാത്ത് കൊണ്ട് അവനുണ്ടായിട്ടുള്ള മുസീബത്ത് അതവൻ ഓർത്തുകൊള്ളട്ടെ. കാരണം അവൻ്റെ അടുക്കൽ മറ്റെല്ലാ മുസീബത്തിനേക്കാളും എൻ്റെ മരണമാകുന്ന മുസീബത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നത് നമുക്ക് ബാധിച്ച മുസീബത്താണ്. നോക്കൂ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന് പറഞ്ഞയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദേ, ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഇതാ ഈ വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷേ നീ എന്നെ കണ്ടുമുട്ടിയെന്ന് വരികയില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, ഒരുപക്ഷേ
മുആദേ, താങ്കൾ എൻ്റെ മസ്ജിദിൻ്റെയും അതല്ലെങ്കിൽ എൻ്റെ ഖബറിൻ്റെയും അരികിലൂടെ സഞ്ചരിച്ചു പോകുമല്ലാതെ നേരിട്ട് കണ്ടുമുട്ടുക എന്നത് ഈ വർഷത്തിന് ശേഷം ഒരുപക്ഷെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫബകാ മുആദുൻ ജസ്അൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപിരിയുന്ന കാര്യം ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. സഹോദരങ്ങളെ, അവിടുത്തെ വഫാത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഉമ്മു ഐമൻ എന്ന മഹദി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായിരുന്നു അവർ. അവരെ കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇടയ്ക്ക് സന്ദർശിക്കാൻ പോവാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരതാ കരയുന്നു. ഈ രണ്ടുപേരും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാണ് താങ്കൾ കരയുന്നത്? മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടുക്കലുള്ള ഖൈർ തിരഞ്ഞെടുത്തുകൊണ്ട് പോയതല്ലേ. ഫഖാലത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ, അവർ തിരിച്ചു പറഞ്ഞു, മാ അബ്കി അല്ലാ അകൂന അഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായത് ഉണ്ട് എന്നറിയാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. വലാകിൻ, മറിച്ച് അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, വാനലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഹി അത് നിലച്ചുപോയല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ്. ഇത് പറഞ്ഞ് അവർ രണ്ടുപേരും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും, അവരും അങ്ങനെ മൂന്ന് പേരും പിന്നീട് അവിടെ കരയുകയാണ്, കൂട്ടക്കരച്ചിൽ നടക്കുകയാണ്. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ആ വേർപാടിന്റെ പ്രയാസം സഹാബത്തിന്റെ മനസ്സിൽ നിന്ന് നീങ്ങിയിട്ടില്ല. അവരുടെ മനസ്സുകൾക്ക് പ്രയാസം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യത്തെ നൂറ്റാണ്ടിന്റെ അവസാനം വരെ ജീവിച്ച ഒരൊറ്റ സഹാബിയും മൗലിദാഘോഷം കൊണ്ടാടാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അതിൻ്റെ ആ പ്രയാസം അത് നീങ്ങിയിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിനമാണ് യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത്. ഒരിക്കലും ജന്മദിനമല്ല, മറിച്ച് ജനിച്ച ദിവസം അതിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷെ വഫാത്തായത്, മദീന മുഴുവനും ഇരുട്ടിലായത്, സഹാബത്ത് മുഴുവനും കരഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർ ഹദീസിലാകെ വന്നത് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് മാത്രമാണ്. ജനന ദിവസമാണ് ആഘോഷിക്കുന്നത് എങ്കിൽ, ജനന ദിവസത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഇന്നവർ നോമ്പെടുക്കണമായിരുന്നു. പക്ഷെ നോമ്പെടുത്തില്ല. മാത്രമല്ല സഹോദരങ്ങളെ, തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ച ദിവസം എന്നവിടുന്ന് പറഞ്ഞു. മാസപ്പിറവി നോക്കി പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കേണ്ട ഒന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസം. അത് തിങ്കളാഴ്ചയാണ് എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കണം. പെരുന്നാൾ പോലെ മാസപ്പിറവി കണ്ട് പ്രഖ്യാപിച്ച് ഇതാ ഇന്ന് വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുകയാണ്. എന്ത് പ്രമാണമാണുള്ളത്? എന്ത് പ്രമാണത്തിൻ്റെ പിൻബലമാണുള്ളത്? ഒന്നുമില്ല. മറിച്ച് പണ്ഡിത പുരോഹിതന്മാർ സാധുക്കളായ ജനങ്ങളെ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് വഞ്ചിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഇത് പറയുന്നവരെ പുത്തൻവാദിയാക്കിയത് കൊണ്ടോ, അവരെ ദീനിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടോ, അവരോട് മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നത് ഓർത്തു വെച്ചോളൂ. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും വരും. നേരത്തെ പറഞ്ഞ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതിനാണ് ഞങ്ങളെ പുത്തൻവാദികളാക്കുന്നത് എങ്കിൽ ആ പുത്തൻവാദം മതി നമുക്ക്. അവർ റബീഉൽ അവ്വൽ 12 ആഘോഷം നടത്തിയിട്ടില്ല. പോകട്ടെ, പിറ്റേത്തെ വർഷം ആണ്ടും നടത്തിയിട്ടില്ല. ഇത് രണ്ടും പ്രിയമുള്ളവരെ ദീനിലില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്.
അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹഖ് ഹഖായി മനസ്സിലാക്കാനും അത് പിൻപറ്റുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ബാത്തിലുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ യഥാർത്ഥ സത്യപാതയിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.